Hello students, SL Classes inde YouTube channelilekku ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് 2 സെക്കൻഡ് പാർട്ടിൽ വരുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു സെമി കണ്ടക്ടേഴ്സ് എന്നൊരു ചാപ്റ്റർ അല്ലേ. സെമി കണ്ടക്ടർ ഡിവൈസസ്, ഇലക്ട്രോണിക്സ്, സിമ്പിൾ സർക്യൂട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പേരുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഫിസിക്സിൻ്റെ ഒരു ഡിഫറെൻറ്റ് ബ്രാഞ്ച്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില സർക്യൂട്ട് എലമെൻറ്റുകൾ. എന്താണ് സെമി കണ്ടക്ടർ, എന്താണ് സെമി കണ്ടക്ടർ കൊണ്ട് ജോയിൻ ചെയ്തുണ്ടാക്കുന്ന ഡയോഡ്, ദെൻ ട്രാൻസിസ്റ്റേഴ്സ്, ഇതിനെക്കുറിച്ചുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു തിയറി ഓറിയൻറ്റഡ് ചാപ്റ്റർ ആണ്. മാത്തമാറ്റിക്കൽ ഇക്വേഷൻസോ ഡെറിവേഷൻസോ ഒന്നും കാര്യമായിട്ടില്ലാത്ത, അതേസമയം സെമി കണ്ടക്ടർ ഡിവൈസുകളെ കുറിച്ചും അവരുടെ പിക്ചേഴ്സ്, അവരുടെ വർക്കിംഗ്, ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് സെമി കണ്ടക്ടേഴ്സ്. കുറച്ചൊരു ലെങ്തി ചാപ്റ്ററാണ്. പരമാവധി ഈ വീഡിയോയിൽ തന്നെ ഇതിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തുടങ്ങാം. ഓക്കെ, അപ്പോൾ സെമി കണ്ടക്ടേഴ്സ് എന്ന ചാപ്റ്റർ തുടങ്ങുമ്പോൾ ആദ്യം പറയുന്ന കുറച്ച് കാര്യങ്ങൾ, കണ്ടക്ഷൻ അനുസരിച്ച് മെറ്റീരിയൽസിനെ നമ്മൾ 3 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പലയിടത്തും നമ്മൾ കേട്ടതാണ് കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ഒട്ടും കണ്ടക്ട് ചെയ്യാത്ത തരം മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുക അല്ലേ. അതേസമയം കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അതേസമയം പാർഷ്യൽ കണ്ടക്ഷൻ നടത്തുന്ന, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം കണ്ടക്ട് ചെയ്യുകയും അല്ലാത്ത സമയത്ത് ഇൻസുലേറ്ററിനെ പോലെ ആക്ട് ചെയ്യുകയും ചെയ്യുന്ന തരം മെറ്റീരിയൽസിനെയാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്ക ഭാഗങ്ങളിൽ ബാൻഡ് തിയറി ഓഫ് സോളിഡ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഈ 3 ഡിവൈസുകളെയും നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതൊന്നും അത്ര ഒരു എക്സാം ലെവലിലേക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. നേരെ നമ്മൾ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ, ഞാൻ പറഞ്ഞ കുറച്ച് വലിയ ചാപ്റ്ററാണ്, നമുക്കതിൽ മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് വേഗം പറഞ്ഞു പോവുകയാണ്. ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്, നമുക്ക് അവിടെ നിന്ന് തൊട്ട് തുടങ്ങാം. സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ ആദ്യമേ ക്ലാസിഫൈ ചെയ്യുമ്പോൾ 2 ടൈപ്പായിട്ടാണ് പേര് പറയാറ്. അതാണ് ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പ്യുവർ സെമി കണ്ടക്ടേഴ്സ് ആണ്. സെമി കണ്ടക്ടേഴ്സിനെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചപ്പോൾ അവർക്ക് ഒറിജിനലി ഉണ്ടായിരുന്ന, പ്യുവർ ഫോമിൽ ഉണ്ടായിരുന്ന 14th ഗ്രൂപ്പ് എലമെൻ്റായ ജെർമേനിയം അല്ലെങ്കിൽ സിലിക്കണും, ഇത് രണ്ടുമാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 2 സെമി കണ്ടക്ടേഴ്സ്. ഈ ജെർമേനിയത്തിനെയും സിലിക്കണിനെയും വിളിച്ച പേരാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ പ്യുവർ സെമി കണ്ടക്ടർ എന്നും പറയും. 14th ഗ്രൂപ്പ് എലമെന്റ് ആണെന്ന് പറഞ്ഞു. ടെട്രാ വാലന്റ് ആണ് എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ വാലൻസ് ഷെല്ലിൽ 4 ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഒരു ജെർമേനിയം ആറ്റത്തിൽ ഉണ്ടാവുക. അപ്പോൾ ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ഞാൻ ചില നോട്ട്സും ഇവിടെ കൊടുക്കുന്നുണ്ട്. ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടേഴ്സിൽ ഫസ്റ്റ് വൺ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എഴുതിയിരുന്നു. പ്യുവർ സെമി കണ്ടക്ടേഴ്സ്, അതാണ് നമ്മൾ ഇൻട്രിൻസിക് എന്ന് പറയുന്നത്. ജെർമേനിയം അല്ലെങ്കിൽ സിലിക്കൺ, വാലൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ടെട്രാ വാലന്റ്. അവിടെ ഒരു ബോണ്ടിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഒരു ജെർമേനിയം ആറ്റത്തിന് ചുറ്റും 4 ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ആ 4 ഫ്രീ ഇലക്ട്രോൺസ് നൈബറിംഗ് ആയിട്ടുള്ള മറ്റ് 4 ജെർമേനിയം ആറ്റവുമായിട്ട് ഓരോ ഇലക്ട്രോൺ വീതം ഷെയർ ചെയ്യുന്ന കോവാലന്റ് ബോണ്ടിങ് എന്ന ഒരു ബോണ്ടിങ് അവസ്ഥ ഒരു ജെർമേനിയം ആറ്റം ചുറ്റുമുള്ള മറ്റ് 4 ജെർമേനിയം ആറ്റവുമായിട്ട് മേക്ക് ചെയ്യും. അങ്ങനെ ബൗണ്ടഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആ സെമി കണ്ടക്ടർ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. നമ്മൾ പറയും ആ സെമി കണ്ടക്ടർ അപ്പോൾ ഇൻസുലേറ്ററിനെ പോലെയാണ്. ആ പേര് പോലെ തന്നെ ചിലപ്പോഴേ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. ഏതെങ്കിലും തരത്തിൽ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ, ടെമ്പറേച്ചർ കൂട്ടിയിട്ടോ മറ്റേതെങ്കിലും തരത്തിൽ എക്സ്റ്റേണൽ എനർജി കൊടുത്തിട്ടോ ഒരു ജെർമേനിയവും നൈബറിംഗ് ആയിട്ടുള്ള ജെർമേനിയവും തമ്മിൽ ബൗണ്ട് ബ്രേക്ക് ആകുമ്പോൾ ആ ഇലക്ട്രോൺസ് കൂടുതൽ എനർജി ഗെയിൻ ചെയ്യുകയും അവർ വാലൻസ് ബാൻഡ് എന്ന് പറയുന്ന ലോവർ ലെവലിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്ന ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യും. ഈ ഇലക്ട്രോണുകളുടെ ഈ എനർജി കൂടുന്നതിനനുസരിച്ച് എനർജിയുടെ 2 ലെവലുകളാണ്. ഒന്ന് ലോവർ ലെവൽ, ദാറ്റ് ഈസ് കോൾഡ് വാലൻസ് ബാൻഡ്.
മറ്റൊന്ന് ഹയർ ലെവൽ, അതാണ് കണ്ടക്ഷൻ ബാൻഡ്. ലോവർ ലെവലിൽ നിന്നും ഹയർ ലെവലിലേക്ക് ഇലക്ട്രോണുകൾ എത്തിയാൽ മാത്രമേ കണ്ടക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ ബൗണ്ടഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവർ വാലൻസ് ബാൻഡിലായിരിക്കും, എനർജി കുറവായിരിക്കും. ബോണ്ടിങ് ബ്രേക്ക് ചെയ്യുമ്പോൾ കൂടുതൽ എനർജി അവർക്ക് കിട്ടുകയും അവർ കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഒരു ഇലക്ട്രോൺ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോയാൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാം. കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺ എത്തി, അതേസമയം വാലൻസ് ബാൻഡിൽ ഒരു ഇലക്ട്രോൺ മിസ്സായി. കാരണം വാലൻസ് ബാൻഡിലുള്ള ഒരു ഇലക്ട്രോൺ ആണ് എങ്ങോട്ട് പോയിരിക്കുന്നത്, കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്, കണ്ടക്ഷൻ ബാൻഡിൽ എത്തിയിട്ടുണ്ട്, ഹയർ ലെവലിൽ എത്തിയിട്ടുണ്ട്. അതേസമയം ലോവർ ലെവലിൽ ഒരു ഇലക്ട്രോൺ മിസ്സായല്ലോ, ഇവിടെയുള്ള ഇലക്ട്രോൺ അല്ലേ അങ്ങോട്ട് പോയത്. ആ ഇലക്ട്രോൺ മിസ്സായ ആബ്സെന്റ് ആയ പ്ലേസിനെ നമ്മൾ ഹോൾസ് എന്നാണ് പേര് വിളിക്കുക. ഹോൾ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി പാർട്ടിക്കിൾ ആണ്, ഇലക്ട്രോൺ ഇല്ലാത്ത അവസ്ഥ എന്നാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആയിരുന്നല്ലോ, നെഗറ്റീവ് 1.6 × 10⁻⁻19 കൂളംബ് ആണ് നമുക്കറിയാം. ഇലക്ട്രോൺ ഇല്ലാത്ത അവസ്ഥയോ, ഇലക്ട്രോൺ ഉണ്ട് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ ഇലക്ട്രോൺ ഇല്ലാത്ത അവസ്ഥയെ നമ്മൾ പോസിറ്റീവ് എന്നാണ് ട്രീറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ആബ്സെന്റ് ആയ ഹോൾ എന്ന് പറയുന്ന സ്ഥലത്തെ നമ്മൾ ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ ബോണ്ടിങ് ബ്രേക്ക് ആവുകയും ഇലക്ട്രോണുകൾ ഹയർ ലെവലിലേക്ക് പോവുകയും ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലും ഹോൾസ് വാലൻസ് ബാൻഡിലും ഉണ്ടാവുകയും അങ്ങനെ ആ സമയത്ത് മാത്രം അവർ കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ പ്യുവർ സെമി കണ്ടക്ടർ. അപ്പോൾ ഓർക്കേണ്ടത്, അവരുടെ പേര് ഓർക്കാം, ജർമേനിയവും സിലിക്കണും. വാലൻസി ഓർക്കാം, ടെട്രാ വാലന്റ് അല്ലെങ്കിൽ 4 വാലൻസി എന്ന് ഓർത്ത് വെക്കാം. ഈ പ്യുവർ സെമി കണ്ടക്ടറിന്റെ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു ഡ്രോബാക്ക് ആയിരുന്നു അവരുടെ കണ്ടക്ടിവിറ്റിയുടെ അളവ് കുറവാണ്. പ്യുവർ സെമി കണ്ടക്ടേഴ്സ് ചില സമയത്ത് മാത്രം കണ്ടക്ട് ചെയ്യുമ്പോൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ കണ്ടക്ഷൻ കൊണ്ടുണ്ടാകുന്ന കറണ്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ സയന്റിസ്റ്റുകൾ ചിന്തിക്കുകയാണ്, ഈ കണ്ടക്ഷൻ എങ്ങനെ കൂട്ടാം. അതിന്റെ റിസൾട്ട് ആയിട്ടുണ്ടായ പുതിയ സെമി കണ്ടക്ടേഴ്സിന്റെ പേരാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ടൈപ്സിലേക്ക് വരുമ്പോൾ ഇൻട്രിൻസിക് കഴിഞ്ഞാൽ രണ്ടാമത്തെ ടൈപ്പിന്റെ പേരാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഇംപ്യൂർ സെമി കണ്ടക്ടേഴ്സ് എന്നും പറയാറുണ്ട്. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്നത് പ്യൂർ സെമി കണ്ടക്ടറായ ജർമേനിയത്തിലേക്കോ സിലിക്കണിലേക്കോ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുക. ആ ഒരു വാക്ക് എപ്പോഴും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു വാക്കാണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സിന്റെ പേരാണ് ഡോപ്പിംഗ്. അതായത് എക്സ്ട്രിൻസിക് ഉണ്ടാക്കണമെങ്കിൽ എന്താ ചെയ്യുന്നത്, ഇൻട്രിൻസിക് എന്ന് നമ്മൾ എവിടെ എഴുതിയ പ്യുവർ സെമി കണ്ടക്ടർ ഉണ്ടല്ലോ, ജർമേനിയം അല്ലെങ്കിൽ സിലിക്കൺ, അതിന്റെ കൂടെ ഇംപ്യൂരിറ്റി ആഡ് ചെയ്യണം. എന്താണ് ഇംപ്യൂരിറ്റി നമുക്ക് വഴിയെ പറയാം. ഈ ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിച്ച പേര് ഡോപ്പിംഗ്. എന്താണ് ഈ ഇംപ്യൂരിറ്റി, എന്തൊക്കെ തരം ഇംപ്യൂരിറ്റികൾ ഉണ്ട്. നമ്മൾ അവിടെയും ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ 2 തരം ഇംപ്യൂരിറ്റീസ് ആണ് നമ്മൾ പലപ്പോഴും ആഡ് ചെയ്യാറ്. ടെട്രാവാലന്റ് ആയ ജർമേനിയത്തിനെയും സിലിക്കണിനെയും കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ 2 തരം ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നു. അതിനനുസരിച്ച് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ വീണ്ടും നമ്മൾ 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അതിലൊന്നിന്റെ പേരാണ് എൻ ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. എൻ ടൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എന്തായാലും ഇൻട്രിൻസിക്കിലേക്ക് ജർമേനിയത്തിലേക്കോ സിലിക്കണിലേക്കോ ഇംപ്യൂരിറ്റി ആഡ് ചെയ്യണം. ആ ആഡ് ചെയ്യുന്ന ഇംപ്യൂരിറ്റി ഒരു പെന്റാവാലന്റ് ഇംപ്യൂരിറ്റി ആണെങ്കിൽ, പെന്റ എന്ന് പറഞ്ഞാൽ 5 എന്നാണ് മീനിങ് അല്ലേ. 15th ഗ്രൂപ്പ് എലമെന്റ് ആയ ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത് ഒക്കെ പോലെയുള്ള ഒരു എലമെന്റ് ഉപയോഗിച്ച് ഡോപ്പിംഗ് നടത്തിയാൽ, അതായത് ജർമേനിയത്തിലേക്കോ സിലിക്കണിലേക്കോ ആഡ് ചെയ്യുന്ന ഇംപ്യൂരിറ്റി ഒരു പെന്റാവാലന്റ് ഇംപ്യൂരിറ്റി ആണെങ്കിൽ ആ ഉണ്ടാകുന്ന റിസൾട്ടിനെ വിളിച്ച പേരാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. അവിടെ ആക്ച്വലി നടക്കുന്നത് ബോണ്ടിങ്ങിന്റെ ഒരു ലെവൽ മാറും. ജർമേനിയത്തിലേക്ക് നമ്മൾ പെന്റാവാലന്റ് ആഡ് ചെയ്യുമ്പോൾ, അതായത് ടെട്രാവാലന്റും പെന്റാവാലന്റും തമ്മിൽ 4 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ള ഒരു എലമെന്റും 5 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ള ഒരു എലമെന്റും തമ്മിൽ ബോണ്ടിങ് നടക്കുമ്പോൾ സംഭവിക്കുക എന്തായിരിക്കും, 4 ഇലക്ട്രോൺസ് ജർമേനിയത്തിൽ നിന്നും 5 ഇലക്ട്രോൺസ് ആഴ്സനിക്കിൽ നിന്നും പരസ്പരം ഇലക്ട്രോണുകൾ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നു. 4 പേരും 8
8 പേര് ബൗണ്ടഡ് ആകുന്ന തരത്തിൽ ബോണ്ടിങ് സ്റ്റേബിൾ ആകുന്നു. ഒരു ഇലക്ട്രോൺ ആഴ്സനിക്കിൽ 5 പേരുണ്ട്, അതിൽ 4 പേര് മാത്രം 4 ജെർമേനിയം ഇലക്ട്രോണുമായിട്ട് ബൗണ്ടഡ് ആകും. ഒരു ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ ഫ്രീ ആകും. ഇങ്ങനെ കോടിക്കണക്കിന് ആറ്റംസ് ഉണ്ടാകും. ഓരോ ആറ്റത്തിലും ജെർമേനിയം കണ്ടോ, ഈ ജെർമേനിയം പെന്റാവാലന്റുമായിട്ട് ഡോപ്പിംഗ് നടത്തി കഴിഞ്ഞാൽ ജെർമേനിയത്തിലെ 4ഉം പെന്റാവാലന്റിലെ 5ലെ 4ഉം ബോണ്ടിങ് ഉണ്ടാക്കുകയും ഒരു ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ ഫ്രീ ആവുകയും ചെയ്യും. ഇങ്ങനെ ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടും. അതുകൊണ്ട് കണ്ടക്ടിവിറ്റി നേരത്തെ ഉള്ളതിനേക്കാളും ഒരുപാട് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇലക്ട്രോൺസ് ഫ്രീ ആകുന്ന തരം സെമി കണ്ടക്ടേഴ്സ് ആണിത്. അതുകൊണ്ട് നമ്മൾ ഇലക്ട്രോൺസിനെ N ടൈപ്പിലുള്ള ഇലക്ട്രോൺസിനെ നമ്മൾ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പേര് വിളിക്കും. ഇതാണ് എക്സ്ട്രിൻസിക്കിന്റെ ഒരു ടൈപ്പ്. എക്സ്ട്രിൻസിക്കിന്റെ രണ്ടാമത്തെ ടൈപ്പാണ് പി ടൈപ്പ്. അതായത് ജെർമേനിയത്തിലേക്കോ സിലിക്കണിലേക്കോ നമ്മളൊരു ട്രൈവാലന്റ് ഇംപ്യൂരിറ്റി 13th ഗ്രൂപ്പ് എലമെന്റ് ആയ അലൂമിനിയം, ബോറോൺ, ഇൻഡിയം, ഗാലിയം ഒക്കെ പോലെയുള്ള ഒരു എലമെന്റ് ഉപയോഗിച്ച് ഡോപ്പ് ചെയ്താൽ ആ റിസൾട്ടന്റ് സെമി കണ്ടക്ടറിനെ വിളിച്ച പേരാണ് പി ടൈപ്പ്. ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? വീണ്ടും ജെർമേനിയത്തിൽ 4 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്, അതേസമയം ട്രൈവാലന്റിൽ 3 ട്രൈ ആണല്ലോ വാലൻസി, 3 വാലൻസ് ഇലക്ട്രോൺസേ ഉള്ളൂ. അവർ തമ്മിൽ ബോണ്ടിങ് ഉണ്ടാക്കുമ്പോൾ 4 ഫ്രം ജെർമേനിയം, 3 ഫ്രം അലൂമിനിയം. ഇവർ തമ്മിലുള്ള ബോണ്ടിങ് സ്റ്റേബിൾ അല്ല. ഒരാളും കൂടെ വന്നാലേ ഒക്ടറ്റ് റൂൾ പ്രകാരം 8 പെയർഡ് ഇലക്ട്രോൺസ് വരുള്ളൂ. അവിടെ ഒരു ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി ഉണ്ട്. നമ്മൾ നേരത്തെയും പറഞ്ഞു, ഇലക്ട്രോൺ മിസ്സായി നിൽക്കുന്ന സ്ഥലത്തെ നമ്മൾ ഹോൾ എന്നാണ് പേര് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോണിന്റെ മിസ്സിംഗ് എന്നല്ല നമ്മൾ പറയുന്നത്, ഒരു ഹോളിന്റെ പ്രസൻസ് ഉണ്ട്. അങ്ങനെ ഹോൾസിന്റെ എണ്ണം ഈ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ കൂടുതലായിരിക്കും. ഹോൾസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾ ആയിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടുന്നു, അങ്ങനെ കണ്ടക്ടിവിറ്റിയും കൂടുന്നു. ഈ തരത്തിലുള്ള സെമി കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പേര് വിളിച്ചത്. അപ്പോൾ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ ഹോൾസ് ആണ് മെജോറിറ്റി കാരിയേഴ്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തത് സെമി കണ്ടക്ടേഴ്സിന്റെ ടൈപ്പ് ഞാനൊന്ന് സമ്മറൈസ് ചെയ്ത് പറയുന്നു. ആദ്യം പറയുമ്പോൾ ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ പ്യുവർ, എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞാൽ പ്യുവറിലേക്ക് ഇംപ്യൂരിറ്റി ആഡ് ചെയ്യാം. ആ പ്രോസസ്സ് ഡോപ്പിംഗ്. ഇംപ്യൂരിറ്റീസ് 2 തരത്തിൽ, ചിലപ്പോൾ പെന്റാവാലന്റ് ആവാം, ചിലപ്പോൾ ട്രൈവാലന്റ് ആവാം. അതിനനുസരിച്ച് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ വീണ്ടും 2 ടൈപ്പ്, N ടൈപ്പ് ആൻഡ് പി ടൈപ്പ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, എന്നാലേ നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. ക്ലിയർ? പി ടൈപ്പും N ടൈപ്പും സെമി കണ്ടക്ടേഴ്സ് എന്താണെന്ന് മനസ്സിലായി അല്ലേ? ഇപ്പൊ പി ടൈപ്പില് മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണെന്ന് മനസ്സിലാക്കുക, N ടൈപ്പില് മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ് എന്ന് മനസ്സിലാക്കുക. ദെൻ ഇലക്ട്രോണിക്സിന്റെ ഡെവലപ്മെന്റിലെ അടുത്ത സ്റ്റേജ് ആയിരുന്നു 2 ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് കിട്ടിയപ്പോൾ സയന്റിസ്റ്റുകൾ അതിനെ ഉപയോഗിച്ച് മറ്റ് പല ഡിവൈസുകളും കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അതിന്റെ ഒരു റിസൾട്ട് ആയിരുന്നു PN ജംഗ്ഷൻ. ഇതാ നിങ്ങൾക്ക് കാണാം, PN ജംഗ്ഷൻ. ഒരു ജംഗ്ഷൻ ഫോം ചെയ്യുന്നതിന്റെ പല ഘട്ടങ്ങളാണ് നമ്മൾ അടുത്ത കാണാൻ പോകുന്നത്. എക്സാം ലെവലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഈ PN ജംഗ്ഷന്റെ തന്നെ മറ്റൊരു പേരാണ് ഡയോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡയോഡിന്റെ ഫോർമേഷൻ എങ്ങനെ, അല്ലെങ്കിൽ ഒരു PN ജംഗ്ഷന്റെ ഫോർമേഷൻ എങ്ങനെയെന്ന് ചോദിക്കും. അപ്പോൾ ഒരു PN ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു P ടൈപ്പ് N ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് അടുത്തടുത്ത് വന്ന് നിൽക്കുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ്. അതിന് പല സ്റ്റേജുകൾ നമുക്ക് കാണാം. ആദ്യത്തെ സ്റ്റേജിൽ ഇങ്ങനെ വരച്ചിരിക്കുന്നു, 2 ബോക്സ് ആയിട്ട് അടുത്തടുത്ത് വരച്ചിരിക്കുകയാണ്. ഒരു ബോക്സ് P ടൈപ്പ് സെമി കണ്ടക്ടർ, ഇപ്പുറത്ത് കാണുന്നത് N ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. ഇവരുടെ മെജോറിറ്റി കാരിയറായ P ടൈപ്പിലെ ഹോൾസിനെ, പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് ആയ ഹോൾസിനെ നമ്മൾ ഇങ്ങനെ ഒരു റൗണ്ട്, ചെറിയ ഒരു റൗണ്ട് ഇട്ടിട്ടാണ് നമ്മൾ ഹോൾസിനെ റെപ്രസെന്റ് ചെയ്യുക. ഇലക്ട്രോൺസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, E എന്ന സിമ്പിൾ ഉപയോഗിച്ചാണ് ഇലക്ട്രോൺസിനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ എപ്പോഴും ചിന്തിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, P ടൈപ്പിൽ ഹോൾസ് ആണ് മെജോറിറ്റി കാരിയർ, N ടൈപ്പിൽ ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി കാരിയർ. ജംഗ്ഷൻ ഫോം ചെയ്ത ഉടനെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഹോൾസും ഇലക്ട്രോൺസും ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആൾക്കാരാണ്. നമ്മൾ 2 സെമി കണ്ടക്ടേഴ്സ് ഉണ്ടായപ്പോൾ ആ കാര്യം ഒന്ന് സൂചിപ്പിച്ചു. എന്ന് വെച്ചാൽ അവർ ഫ്രീ ടു മൂവ് ആ, അവർക്ക് വളരെ എളുപ്പത്തിൽ മൂവ് ചെയ്യാൻ പറ്റും. ഈ ഹോൾസ് എല്ലാം ഈ ഭാഗത്ത് വളരെ റാൻഡം ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇലക്ട്രോൺസും റാൻഡം ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റാൻഡം മൂവ്മെന്റിന്റെ ഇടയിൽ നടക്കുന്ന ഒരു പ്രോസസ് ആണ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ സംഭവിക്കുക,
ഇവിടെയുള്ള കുറച്ച് ഹോൾസ്, പ്രത്യേകിച്ച് ഇവിടെ ഒരു ബൗണ്ടറി കാണുന്നുണ്ടല്ലോ അല്ലേ, ഒരു പാർട്ടീഷൻ. ഈ പാർട്ടീഷന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന കുറച്ച് ഹോൾസ് റാൻഡം മോഷൻ ഇടയിൽ ഈ സൈഡിലേക്ക് ഇപ്പുറത്തെ ഭാഗത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അതേപോലെ ഇവിടെയുള്ള കുറച്ച് ഇലക്ട്രോൺസ് ആ സൈഡിലേക്കും, അതായത് എൻ ടൈപ്പിലുള്ള ഇലക്ട്രോൺസ് പി ടൈപ്പിലേക്കും പി ടൈപ്പിലുള്ള ഹോൾസ് എൻ ടൈപ്പിലേക്കും മൈഗ്രേറ്റ് ചെയ്യും. ഈ പ്രോസസ്സിനെ വിളിച്ച പേരാണ് ഡിഫ്യൂഷൻ. നെക്സ്റ്റ് പിക്ചറിൽ അതാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറെ ആരോ മാർക്ക് കാണാം. ഇവിടെയുള്ളൊരു ഹോൾ ഇങ്ങോട്ടേക്ക് ചാടി വന്നിട്ടുണ്ടോ? ഇവിടെ ഇപ്പോൾ കുറച്ച് ഹോൾസിനെ കാണാം. നേരത്തെ ഇവിടെ മുഴുവനും ഇലക്ട്രോൺസ് മാത്രമായിരുന്നു. ആ ഇലക്ട്രോൺസ് മാത്രമുള്ള സ്ഥലത്തേക്ക് ഇവിടെ ഇങ്ങോട്ട് കുറച്ച് ഹോൾസ് ജമ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെയുള്ള കുറച്ച് ഇലക്ട്രോൺസ്, ഇവിടെ ഹോൾസ് മാത്രമായിരുന്നു ആദ്യം, അവിടത്തേക്ക് കുറച്ച് ഇലക്ട്രോൺസും ജമ്പ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഹോൾസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അതാണ് ഹോൾസ് ഡിഫ്യൂഷൻ. കണ്ടോ? ഇലക്ട്രോൺസ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകും, ഇലക്ട്രോൺസ് അങ്ങോട്ടേക്ക് പോകും. അതാണ് ഇലക്ട്രോൺസിന്റെ ഡിഫ്യൂഷൻ. അപ്പോൾ ജംഗ്ഷൻ ഫോം ചെയ്താൽ ആദ്യം നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ സംഭവിച്ചാൽ ഉണ്ടാവുക, ഈ ജംഗ്ഷന്റെ തൊട്ടടുത്ത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താൽ മൈഗ്രേറ്റ് ചെയ്ത ചാർജുകളുടെ പ്രസൻസ് കൊണ്ട് ഒരു നെഗറ്റീവ് പോസിറ്റീവ് ചാർജ് അഡീഷണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. നോക്കാം. കണ്ടോ? ഇവിടെ ഇലക്ട്രോൺസ് അധികം വന്നു. കണ്ടോ? ഇവിടെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വന്നു. ആ ഇലക്ട്രോൺസിന്റെ പ്രസൻസ് കൊണ്ട് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇവിടെയുള്ള ഹോൾസിന്റെ പ്രസൻസ് കൊണ്ട് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജും അഡീഷണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ നെഗറ്റീവ് പോസിറ്റീവ് ചാർജ് കൊണ്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ചാർജുകൾക്ക് ഫോഴ്സ് അനുഭവപ്പെടും. ഇത് ആക്ച്വലി ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന +2 ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്റർ ഉണ്ട്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും F = QE. ഞാനിവിടെ എഴുതാം, F = QE. ഓർമ്മ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്, Q എന്ന് പറയുന്നത് ആ ഫീൽഡിൽ വന്ന ഒരു ചാർജാണ്. അപ്പോൾ അതിൽ അനുഭവപ്പെടുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് F = QE. അങ്ങനെ ഒരു ഫോഴ്സ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒക്കെ നിങ്ങൾ അവിടെയും കൂടെ മനസ്സിലാക്കിക്കൊള്ളണം. നെഗറ്റീവ് ചാർജിൽ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. പോസിറ്റീവ് ചാർജിൽ ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷൻ ആയിരിക്കും. ഈ കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ഇലക്ട്രിക് ഡൈപോളും ടോർക്കും ഒക്കെ പറയുന്നുണ്ട്. റെഫറൻസ് വേണ്ടവർ ഫസ്റ്റ് ചാപ്റ്ററിലെ ഇലക്ട്രിക് ഡൈപോൾ ആൻഡ് ടോർക്ക് ആക്ടിങ് ഓൺ എ ഡൈപോൾ എന്നുള്ള സെക്ഷൻ എടുത്തു നോക്കിയാൽ ഈ ഫോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആ ഫോഴ്സ് കൊണ്ട് നേരത്തെ ഡിഫ്യൂസ് ചെയ്ത് വന്ന ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന ഇലക്ട്രോൺസും ഇവിടുന്ന് അപ്പുറത്തേക്ക് പോയ ഹോൾസും തിരിച്ചു വരാൻ തുടങ്ങും. അത് ഈ ഫോഴ്സിന്റെ എഫക്റ്റാണ്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ഡ്രിഫ്റ്റ് എന്നുള്ള വാക്കും നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഒരു വയറിനെ, ഒരു മെറ്റാലിക് വയറിനെ നമ്മളൊരു ബാറ്ററിയുമായിട്ട് ഫിറ്റ് ചെയ്യുമ്പോൾ അവിടെയും ഒരു പോസിറ്റീവ് നെഗറ്റീവാണ് ഉണ്ടാവുന്നത് അല്ലേ? ബാറ്ററിയുമായിട്ട് ഫിറ്റ് ചെയ്യുമ്പോൾ ആ പോസിറ്റീവ് നെഗറ്റീവ് കൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുകയും ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനായിരുന്നു അവിടെയും നമ്മൾ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞത്. സെയിം വേർഡ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നു. അങ്ങനെ ഇങ്ങോട്ട് വന്ന ഇലക്ട്രോൺസ് തിരിച്ചങ്ങോട്ടേക്ക് പോകും. ആ ഭാഗത്തേക്ക് നേരത്തെ പോയിരുന്ന ഹോൾസ് തിരിച്ചിപ്പുറത്തേക്ക് വരും. ആരോ മാർക്ക് നിങ്ങൾക്ക് കാണാം. കണ്ടോ? ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ഇങ്ങോട്ടേക്കുണ്ട് ഇലക്ട്രിക് ഫീൽഡ്. അതുകൊണ്ട് ഡ്രിഫ്റ്റ്, ഇലക്ട്രോണുകൾ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ്, ഹോൾസുകൾ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിൽ. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ്. ഇങ്ങനെ ഒരു ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോൾ ആദ്യം ഉണ്ടാക്കുന്ന ഡിഫ്യൂഷനും ഡ്രിഫ്റ്റും മനസ്സിലാക്കാം. ഇത്രയും പിക്ചേഴ്സും ക്ലിയർ ആണല്ലോ. ഞാൻ അടുത്ത സെക്ഷനിൽ ഈ ജംഗ്ഷന്റെ ഫൈനൽ സ്റ്റേജ് വരയ്ക്കാൻ പോവാണ്. ഈ പിക്ചേഴ്സ് ഒക്കെ മായ്ച്ചിട്ട് അടുത്തൊരു ഫൈനൽ പിക്ചറും ഈ ജംഗ്ഷന്റെ ഒരു ഫൈനൽ ഫോർമേഷനും കാണിക്കാം. ഓക്കെ, പി എൻ ജംഗ്ഷൻ ഫോർമേഷൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. തൊട്ട് മുമ്പിലത്തെ സെക്ഷൻ നമ്മൾ ഡിഫ്യൂഷൻ പറഞ്ഞു, ഡ്രിഫ്റ്റ് പറഞ്ഞു. ഒരു സമയത്ത് ഡിഫ്യൂഷനും ഡ്രിഫ്റ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സംഭവിക്കുന്നുണ്ടാവുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡിഫ്യൂസ് ചെയ്തു പോയ ഇലക്ട്രോൺസ് തിരിച്ചിപ്പുറത്തേക്ക് വരുന്നതാണ് ഡ്രിഫ്റ്റ്. അതുപോലെ തന്നെ ഡിഫ്യൂഷൻ ചെയ്ത് ഇപ്പുറത്തേക്ക് വന്ന ഹോൾസ് റിട്ടേൺ പോകുന്നതാണ് ഡ്രിഫ്റ്റ്. ഒരു സമയത്ത് ജംഗ്ഷൻ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് എത്താൻ പോവാണ്.
ആ സമയത്ത് ഡിഫ്യൂഷൻ കൊണ്ടുണ്ടാകുന്ന കറണ്ടും ഡ്രിഫ്റ്റ് കൊണ്ടുണ്ടാകുന്ന കറണ്ടും ഈക്വൽ ആകും. നമ്മൾ പറയുന്നു ഡിഫ്യൂഷൻ കറണ്ട് ബിക്കംസ് ഈക്വൽ ടു ഡ്രിഫ്റ്റ് കറണ്ട്. അപ്പോഴും ജംഗ്ഷനിലൂടെ ഒരുപാട് ഹോൾസും ഇലക്ട്രോൺസും രണ്ട് സൈഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മൈഗ്രേഷനും തിരിച്ചുപോക്കും നടക്കുന്നുണ്ടാകും. ആ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജംഗ്ഷൻ ഇക്വിലിബ്രിയത്തിലായാൽ പിന്നെ ഡിഫ്യൂഷനും നടക്കില്ല, ഡ്രിഫ്റ്റും നടക്കില്ല. ആ ജംഗ്ഷൻ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് ഫോം ചെയ്യുകയാണ്. ആ ജംഗ്ഷന്റെ വളരെ അടുത്ത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും കുറേ ഇലക്ട്രോൺസും ഹോൾസും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടിക്കളിക്കുകയായിരുന്നു. അവരുടെ രണ്ട് സൈഡിലേക്കുമുള്ള മൂവ്മെന്റ് സ്റ്റോപ്പ് ആവും. ആ ജംഗ്ഷനിൽ ഒരു കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. ആ ജംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരായിരിക്കും ജംഗ്ഷൻ ബാരിയർ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ബാരിയർ. ബാരിയർ എന്ന് പറഞ്ഞാൽ ഒരു തടസ്സമാണ് അല്ലെ. ആ ഒരു തടസ്സം അവിടെ ഉള്ളത് കൊണ്ട് പിന്നീട് ഈ ജംഗ്ഷനെയും ക്രോസ് ചെയ്ത് ഹോൾസിനോ ഇലക്ട്രോൺസിനോ രണ്ട് ഭാഗത്തേക്കും പോവാൻ പറ്റാതെയാവും. ഒരു പ്രത്യേക റീജിയൻ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ രൂപപ്പെടുന്ന കാണാം. അങ്ങനെ ഒരു പ്രത്യേക സ്ഥലം ഫോം ചെയ്യാണ്. ആ സ്ഥലത്താണ് നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ജമ്പിങ് നടന്നത്. ആ ജമ്പിങ് നടന്ന ആ സ്ഥലം ഒരു പ്രത്യേക റീജിയൻ ആയിട്ട് രൂപപ്പെടും. അവിടെയുള്ള ഹോൾസിനോ ഇലക്ട്രോൺസിനോ ഇനി മൂവ് ചെയ്യാൻ പറ്റില്ല. അതേസമയം ആ സ്ഥലവും കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് പി ടൈപ്പിന് വേറെയും ഭാഗങ്ങളുണ്ട്. ഇവിടെയുള്ള ഹോൾസ് ഒക്കെ ഇപ്പോഴും മൂവ് ചെയ്യുന്നുണ്ടാവും. അവിടെ തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ടാവും. ഇവിടെയുള്ള ഇലക്ട്രോൺസ് ഒക്കെ ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ടാവും. ഈ ജംഗ്ഷന്റെ അടുത്തായിരുന്നു ഡിഫ്യൂഷനും ഡ്രിഫ്റ്റും നടന്നത്. ആ ഭാഗം ഒരു പ്രത്യേക റീജിയൻ ആവുകയും അവിടെയുള്ള കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹോൾസ്, അവരുടെ മൂവ്മെന്റ് സ്റ്റോപ്പായി പോകും. ആ സ്ഥലത്തിന് വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ. അങ്ങനെ നമ്മുടെ ജംഗ്ഷൻ ഒരു ഫൈനൽ ഫോമിലേക്ക് എത്തും. ഇലക്ട്രോൺസിന്റെയും ഹോൾസിന്റെയും ഫർദർ മൂവ്മെന്റ് തടയപ്പെടും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് നെഗറ്റീവ് ഉണ്ടാകും. ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് പോസിറ്റീവ് ഉണ്ടാകും. ആ നെഗറ്റീവിനെയും പോസിറ്റീവിനെയും ഒരു ഗ്രാഫ് പോലെ നമ്മളിങ്ങനെ കാണിക്കും. നെഗറ്റീവിനെ ഒരു ലോവർ വോൾട്ടേജ് ആയിട്ടും പോസിറ്റീവിനെ ഒരു ഹയർ വോൾട്ടേജ് ആയിട്ടും കാണിക്കും. ഇതായിരിക്കും ആ വോൾട്ടേജിന്റെ ഡിഫറൻസ്, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇങ്ങനെ ഒരു ഫൈനൽ ജംഗ്ഷൻ ഫോം ചെയ്യും. ഈ ജംഗ്ഷനെ ഒരു ഔട്ട്പുട്ട് സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി, ഇതൊക്കെ സെമി കണ്ടക്ടേഴ്സ് ആണ്. ഇവിടെ നമുക്കൊരു മെറ്റലിന്റെ ചെറിയൊരു കോണ്ടാക്ട് കൊടുക്കാം. ഇവിടെയും നമുക്ക് മെറ്റലിന്റെ ചെറിയൊരു കോണ്ടാക്ട് കൊടുക്കാം. എന്നിട്ട് വയറുകൾ രണ്ട് സൈഡിലും കണക്ട് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിവൈസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയോഡ്. അതായത് PN ജംഗ്ഷന്റെ തന്നെ മറ്റൊരു പേരാണ് ഡയോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആ ഭാഗത്ത് എക്സാം ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ഡയോഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഡയോഡിന്റെ തൊട്ടടുത്ത സെക്ഷനിൽ വരുന്ന രണ്ട് ഐഡിയകളായിരുന്നു ഡയോഡിന്റെ ബയാസിംഗ് ആയ ഫോർവേഡ് ബയാസിംഗ് ആൻഡ് റിവേഴ്സ് ബയാസിംഗ്. എന്താണ് ആദ്യം ബയാസിംഗ് എന്ന് പറഞ്ഞാൽ? ബയാസിംഗ് ഓഫ് എ ഡയോഡ്. ബയാസിംഗ് എന്ന് പറയുന്നത് ഒരു ഡയോഡിനെ, അതായത് ഒരു PN ജംഗ്ഷനെ നമ്മളൊരു എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യാം. ഒരു ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും ഈ ഡയോഡിന്റെ P ടൈപ്പിനെയും N ടൈപ്പിനെയും കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബയാസിംഗ് എന്ന് പറയും. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ആവുകയും ആ സർക്യൂട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. എല്ലാ സർക്യൂട്ടുകളും വർക്ക് ചെയ്യുന്നില്ല. എന്താണ് അപ്പോൾ ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും തമ്മിലുള്ള ഡിഫറൻസ്? ഓരോന്നായിട്ട് നമുക്ക് കാണാം. ആദ്യം നമ്മൾ പറയുന്നു ഫോർവേഡ് ബയാസിംഗ്. ബയാസിംഗിലെ ആദ്യത്തെ ഒന്നാണ് ഫോർവേഡ് ബയാസിംഗ്. ഫോർവേഡ് ബയാസിംഗ് എന്ന് പറഞ്ഞാൽ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ഈ P ടൈപ്പ് എന്ന് പറയുന്ന ഈ കണക്ഷനെ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യും. N ടൈപ്പ് എന്ന് പറയുന്ന ഈ കണക്ഷനെ ബാറ്ററിയുടെ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യും. നമ്മൾ കണക്ഷൻ എടുക്കുമ്പോൾ ഇവിടുന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് ബാറ്ററിയുടെ പോസിറ്റീവ്, ഇവിടുന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് ബാറ്ററിയുടെ നെഗറ്റീവ്, ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയും. ഡയഗ്രാം ഒക്കെ നിങ്ങൾ വൃത്തിയിൽ വരയ്ക്കണം. ഈ ചാപ്റ്ററിൽ ഡെറിവേഷൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അതേസമയം എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഡയഗ്രാംസ് കാണിക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. മാർക്ക് കിട്ടണമെങ്കിൽ ഡയഗ്രാം കൂടെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും ആ ക്വസ്റ്റ്യൻ്റെ മാർക്ക് ലഭിക്കുള്ളൂ.
അപ്പോൾ ഫോർവേഡ് ബയാസിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ബയാസിങ്ങിന്റെ ഒരു കണക്ഷൻ ആദ്യം നമ്മളിങ്ങനെ കാണിച്ചു. ദെൻ ഈ കണക്ഷൻ കൊണ്ട് ഈ സർക്യൂട്ടിന് വരുന്ന ഒരു ചേഞ്ച് നമ്മൾ ഒന്നും കൂടെ മാറ്റി വരച്ചും കാണിക്കണം. എങ്ങനെയായിരിക്കും എന്ന് ഞാനൊന്ന് പറയാം. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു വേരിയബിൾ ബാറ്ററി സോഴ്സ് ആയിരിക്കും. വേരിയബിൾ ബാറ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗകര്യം പോലെ നമുക്ക് ഈ വോൾട്ടേജ് 0-ൽ നിന്ന് പതുക്കെ ഇങ്ങനെ കൂട്ടി കൊടുക്കാം. ചെറിയ ചെറിയ പോയിന്റുകളായിട്ട് 0.1, 0.2, 0.3 എന്നുള്ള തരത്തിൽ നമ്മൾ പതുക്കെ വോൾട്ടേജ് കൂട്ടി കൊടുക്കും. വോൾട്ടേജ് കൂട്ടുന്നതിനനുസരിച്ച് ഈ ജംഗ്ഷന് എന്താണ് സംഭവിക്കുക? വളരെ സിമ്പിൾ ഐഡിയ ആണ്. ഇവിടെയുള്ളത് പോസിറ്റീവ് ടെർമിനലാണ്. അതേസമയം പി ടൈപ്പിൽ ഏറ്റവും കൂടുതലുള്ള കാരിയേഴ്സ് ഹോൾസ് ആണ്. ഡിഫ്യൂഷൻ ചെയ്ത് വന്ന വളരെ കുറഞ്ഞ ഇലക്ട്രോൺസ് ഉണ്ട്, എന്നാലും മെജോറിറ്റി കാരിയേഴ്സ് എന്നറിയപ്പെടുന്നത് പി ടൈപ്പിൽ ഹോൾസാണ്. ഹോൾസിന്റെ ചാർജ് പോസിറ്റീവാണ്. അപ്പോൾ ഈ പോസിറ്റീവ് ടെർമിനൽ പോസിറ്റീവ് ഹോൾസിനെ പോസിറ്റീവും തമ്മിൽ റിപ്പൽഷൻ നടക്കും. സെയിം ടൈം ഇവിടെ എന്താ സംഭവിക്കുക? ഈ ഭാഗത്ത് എൻ ടൈപ്പിൽ ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി കാരിയേഴ്സ്. അവരുടെ ചാർജ് നെഗറ്റീവാണ്. ആ കണക്ഷൻ പോയിരിക്കുന്നത് ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക്. അപ്പോൾ വീണ്ടും ഈ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസിനെയും റിപ്പൽ ചെയ്യും. അപ്പോൾ രണ്ട് ഭാഗത്തു നിന്ന് ഇവിടുന്ന് ഹോൾസ് ഇങ്ങോട്ടേക്കും ഇവിടുന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്കും റിപ്പൽ ചെയ്യപ്പെടും. നമ്മൾ വീണ്ടും വോൾട്ടേജ് കൂട്ടിക്കൊടുത്താൽ അവർ കൂടുതൽ ഇങ്ങനെ റിപ്പൽ ചെയ്യപ്പെടുന്നു. അതിന്റെ ആദ്യത്തെ റിസൾട്ട് ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്ന ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുന്ന ആ ലെയർ ചെറുതാവാൻ തുടങ്ങും. കാരണം ആ ഭാഗത്തെ ഇലക്ട്രോൺസും ഹോൾസും ഇങ്ങനെ മൂവ് ചെയ്ത് വരും. അതോടൊപ്പം ഇവിടെയുള്ള ജംഗ്ഷൻ ബാരിയർ എന്ന് പറയുന്ന പൊട്ടൻഷ്യലോ ഇവിടെ ഓൾറെഡി ഉള്ളത് ജംഗ്ഷനിൽ ഉള്ളത് നെഗറ്റീവ് വോൾട്ടേജ് ആണ്. പക്ഷെ അവിടത്തേക്ക് കൊടുത്തിരിക്കുന്നത് എക്സ്റ്റേണലി നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു പോസിറ്റീവ് വോൾട്ടേജ് ആണ്. ഇവിടെ ജംഗ്ഷനിൽ ഓൾറെഡി ഒരു പോസിറ്റീവ് വോൾട്ടേജ് ആയിരുന്നു. അവിടത്തേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് നെഗറ്റീവ് വോൾട്ടേജ് ആണ്. അപ്പോൾ ഈ ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും ജംഗ്ഷന്റെ നെഗറ്റീവിനെയും പോസിറ്റീവിനെയും ക്യാൻസൽ ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ വോൾട്ടേജ് നല്ലോണം കൂട്ടിക്കൊടുത്താൽ ഈ ജംഗ്ഷൻ ബാരിയറിനെ ഈ ബാറ്ററി ക്യാൻസൽ ചെയ്യുകയും ബാരിയർ ഇല്ലാതായി മാറുകയും ചെയ്യും. ബാരിയർ ആയിരുന്നു തടസ്സം. അപ്പോൾ ആ ബാരിയർ ഇല്ലാതെയായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ വോൾട്ടേജ് വീണ്ടും കൂട്ടിക്കൊടുത്താൽ ഇവിടെയുള്ള ഹോൾസ് ആ സൈഡിലേക്കും ഇവിടെയുള്ള ഇലക്ട്രോൺസ് ഈ സൈഡിലേക്കും വീണ്ടും കടന്നു വരും. അവർ ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യും. എന്ന് വെച്ചാൽ ആ ജംഗ്ഷൻ കണ്ടക്ട് ചെയ്യും എന്നർത്ഥം. ഇതാണ് ഒരു ഫോർവേഡ് ബയാസിൽ നടക്കുന്നത്. അതേസമയം രണ്ടാമത്തെ ബയാസിംഗ് ആണ് റിവേഴ്സ് ബയാസിംഗ്. റിവേഴ്സ് ബയാസിംഗ് എന്ന് പറയുമ്പോൾ കണക്ഷൻ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലേ? എങ്ങനെയായിരിക്കും കണക്ഷൻ? ഈ ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും നേരെ തിരിച്ചു വെക്കണം. അതായത് പി ടൈപ്പിലേക്ക് കൊടുക്കുന്ന കണക്ഷൻ നെഗറ്റീവ് ആയിരിക്കണം, എൻ ടൈപ്പിലേക്ക് കൊടുക്കുന്ന കണക്ഷൻ പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ബാറ്ററിയുടെ ടെർമിനൽസ് നമ്മൾ ഇങ്ങനെ മാറ്റി. ഓക്കെ, ദെൻ എന്നിട്ട് നമ്മൾ വോൾട്ടേജ് കൂട്ടിക്കൊടുത്താലോ? വോൾട്ടേജ് കൂട്ടിക്കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ നെഗറ്റീവ്, ഇവിടെയുള്ളത് ഹോൾസിനെ നെഗറ്റീവ് ടെർമിനൽ അട്രാക്ട് ചെയ്യും. നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ അട്രാക്ഷൻ. അതേസമയം ഇവിടെയുള്ള പോസിറ്റീവ് ടെർമിനൽ ഇവിടെയുള്ള നെഗറ്റീവ് ഇലക്ട്രോൺസിനെയും അട്രാക്ട് ചെയ്യും. അപ്പൊ നേരത്തെ റിപ്പൽ ചെയ്ത് ഇങ്ങോട്ട് വന്നവർ ഇപ്പോൾ അട്രാക്ട് ചെയ്ത് ദൂരേക്ക് പോകും. അതുകൊണ്ട് ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത് കൂടും. ശരിയല്ലേ? അതേസമയം ഈ ബാരിയർ വോൾട്ടേജ് നോക്കുമ്പോഴോ ഇവിടെ നെഗറ്റീവ്, എക്സ്റ്റേണലി കൊടുത്തതും നെഗറ്റീവ്. അപ്പോൾ ഈ നെഗറ്റീവ് കൂടുതൽ നെഗറ്റീവായിട്ട് മാറും. ഇവിടെയുള്ളത് പോസിറ്റീവ്, അപ്പോൾ ഈ പോസിറ്റീവ് മോർ പോസിറ്റീവായിട്ട് മാറും. എന്ന് വെച്ചാൽ ജംഗ്ഷൻ കൂടുതൽ സ്ട്രോങ് ആവും, ഈ ബാരിയർ കൂടുതൽ സ്ട്രോങ് ആവും. ഇലക്ട്രോൺസിനോ ഹോൾസിനോ ജംഗ്ഷൻ ക്രോസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ റിവേഴ്സ് ബയാസിൽ നോർമലി ഹോൾസോ ഇലക്ട്രോൺസോ ജംഗ്ഷനിലൂടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ട്രാവൽ ചെയ്യില്ല. അതുകൊണ്ട് റിവേഴ്സ് ബയാസിൽ ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നില്ല. ഇതാണ് ഫോർവേഡ് ബയാസിന്റെയും റിവേഴ്സ് ബയാസിന്റെയും ആക്ഷൻ. അതേസമയം റിവേഴ്സ് ബയാസിൽ നമുക്കൊരു അഡീഷണൽ പോയിന്റ് പറയാനുണ്ട്. അത് പറയുന്നത് ഇവിടെ നമ്മൾ ഈ മെജോറിറ്റി കാരിയേഴ്സിനെ കുറിച്ച് മാത്രമേ ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അതേസമയം മൈനോറിറ്റി കാരിയേഴ്സിനെ നോക്കിയാലോ? ആരാണ് ഈ മൈനോറിറ്റി കാരിയർ? പി ടൈപ്പിൽ ഹോൾസ് ആണ് എണ്ണത്തിൽ കൂടുതൽ, അതാണ് മെജോറിറ്റി കാരിയർ. അതേസമയം കുറച്ച് ഇലക്ട്രോൺസ് ഉണ്ട്, അവരാണ് മൈനോറിറ്റി കാരിയർ.
അതുപോലെ അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എൻ ടൈപ്പിൽ ആരാണ് മെജോറിറ്റി, ആരാണ് മൈനോറിറ്റി? എൻ ടൈപ്പിൽ ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി, അതേസമയം ഹോൾസ് ആണ് മൈനോറിറ്റി. ഈ മൈനോറിറ്റി കാരിയേഴ്സിനെ റിവേഴ്സ് ബയാസിൽ ബാറ്ററി എന്ത് ചെയ്യും? ഞാൻ ഒന്നുകൂടെ ചോദിക്കുന്നു, മൈനോറിറ്റി കാരിയേഴ്സിന് അപ്പൊ മനസ്സിൽ വരേണ്ടത് എന്താ? പി ടൈപ്പിലെ ഇലക്ട്രോൺസ്, എൻ ടൈപ്പിലെ ഹോൾസ്, ആ പാർട്ടിക്കിൾസിനെ ബാറ്ററി ടെർമിനൽസ് എന്ത് ചെയ്യും റിവേഴ്സ് ബയാസിൽ? നോക്കാം. ഈ നെഗറ്റീവ് ഇവിടെയുള്ള നെഗറ്റീവിനെ, പോസിറ്റീവിനെ അല്ലേ, നെഗറ്റീവിനെ, മൈനോറിറ്റിയെ റിപ്പൽ ചെയ്യില്ലേ? ഈ പോസിറ്റീവ് ഇവിടെയുള്ള ഹോൾസിനെയും റിപ്പൽ ചെയ്യില്ലേ? അവരുടെ മൂവ്മെന്റ് കൊണ്ട് ജംഗ്ഷനിൽ വളരെ ചെറിയ ഒരു കറണ്ട് ഉണ്ടാകും. അപ്പോൾ റിവേഴ്സ് ബയാസിൽ മെയിനായിട്ട് കറണ്ട് ഒന്നും ഇല്ല, എന്നാലും നമ്മൾ പ്രാക്ടിക്കലി പറയുമ്പോൾ വളരെ ചെറിയ ഒരു കറണ്ട് റിവേഴ്സ് ബയാസിലും ഉണ്ടാകും. അതിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. അങ്ങനെ ഒരു പോയിന്റ്. മറ്റൊരു പോയിന്റ് നോക്കേണ്ടത്, റിവേഴ്സ് ബയാസിൽ നമ്മൾ വോൾട്ടേജ് നല്ലോണം കൂട്ടിക്കഴിഞ്ഞാൽ വോൾട്ടേജ് ഇൻക്രീസസ് ടു ലാർജ് വാല്യൂ എന്ന് പറയും. കുറച്ചധികം ഈ 0.1 0.2 ഒക്കെ വിട്ടിട്ട് നമ്മൾ അധികം വോൾട്ടേജിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ജംഗ്ഷനിൽ കരിയർ ഇൻജക്ഷൻ എന്ന ഒരു പ്രോസസ്സും, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഹയർ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ചില സംഗതികളും കൂടിയാണ്. നമുക്ക് ആവശ്യമുള്ളൊരു പോയിന്റ് മാത്രം ഞാൻ പറയുന്നു. കരിയർ ഇൻജക്ഷൻ നടക്കുകയും ജംഗ്ഷനിൽ ബ്രേക്ക് ഡൗൺ, പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. കണ്ടീഷൻ ഞാൻ പറയുന്നു, റിവേഴ്സ് ബയാസിൽ വോൾട്ടേജ് നല്ലോണം കൂട്ടിയാൽ, ഒരുപാട് വോൾട്ടേജ് കൂട്ടിയാൽ ജംഗ്ഷനിൽ ഒരു ബ്രേക്ക് ഡൗൺ നടക്കും. ഈ ജംഗ്ഷൻ പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അങ്ങനെ വന്നാൽ പ്രാക്ടിക്കലി അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു സംഗതി അല്ല, അത് തിയററ്റിക്കലി മാത്രം നമ്മൾ പറയുകയാണ്. ബ്രേക്ക് ഡൗൺ സംഭവിച്ചാൽ ആ ജംഗ്ഷൻ പൊട്ടിപ്പോവുകയും ജംഗ്ഷനിലൂടെ വലിയ അളവിൽ കറണ്ട് ഫ്ലോ ചെയ്യുകയും ചെയ്യും. റിവേഴ്സ് ബയാസിൽ ഇങ്ങനെ ഒരു എക്സ്ട്രാ പോയിന്റുകളും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ ഇതാണ് ഒരു ഡയോഡിൻ്റെ ഫോർമേഷനും അതിൻ്റെ ബയാസിങ് എന്ന് പറയുന്ന ഐഡിയയും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ബയാസിങ്ങുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ചെറിയ ക്വസ്റ്റ്യനും കൂടെ ഞാൻ നിങ്ങളിവിടെ പരിചയപ്പെടുത്തുകയാണ്. ഡയോഡിൻ്റെ ഒരു സർക്യൂട്ട് സിമ്പലാണ് ഈ കാണുന്നത്. ഡയോഡിന് നമ്മൾ പി എൻ ജംഗ്ഷൻ നമ്മളിങ്ങനെ ഒരു ബോക്സിലൊക്കെയാണ് നേരത്തെ വരച്ചത്. അതേസമയം സർക്യൂട്ടിലേക്ക് വരയ്ക്കുമ്പോൾ നമ്മളൊരു ഡയോഡിന് ഇങ്ങനെ കാണിക്കുക. ഈ ഡയോഡിൽ പി ടൈപ്പും എൻ ടൈപ്പും സാധാരണ മാർക്ക് ചെയ്യില്ല, അത് അണ്ടർസ്റ്റുഡ് ആണ്. ഒരു ട്രയാങ്കിൾ ഭാഗം കാണാം, ഒരു ലൈനും കാണാം. അതിൽ ട്രയാങ്കിൾ ഉള്ള ഭാഗമാണ് പി ടൈപ്പ്, ഈ ലൈനുള്ള ഭാഗമാണ് എൻ ടൈപ്പ്. എല്ലാ ഡയോഡിൻ്റെയും ബേസിക്കലി ഉള്ള ആ പി ടൈപ്പ് എൻ ടൈപ്പ് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്വസ്റ്റ്യൻ ഇതാണ്, ഈ തന്നിരിക്കുന്ന ഡയഗ്രാംസ് ഫോർവേഡ് ബയാസ് ആണോ റിവേഴ്സ് ബയാസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ. ഓരോന്നും നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞതോ, ഞാൻ ആദ്യത്തെ ഒരു പിക്ചറിൽ മാത്രം കാണിക്കുകയാണ്. ഈ ട്രയാങ്കിളുള്ള ഭാഗം പി, ഈ ലൈനുള്ള ഭാഗം എൻ. നോക്കാം, പി ടൈപ്പിലേക്ക് +5, എൻ ടൈപ്പിലേക്ക് -2. അപ്പോൾ പിയിലേക്ക് പോസിറ്റീവ്, എന്നിലേക്ക് നെഗറ്റീവ്. സോ ഇറ്റ് ഈസ് ഫോർവേഡ് ബയാസ്. ഇവിടെയോ പിയിലേക്ക് നെഗറ്റീവ്, എന്നിലേക്ക് പോസിറ്റീവ്. സോ ഇറ്റ് ഈസ് റിവേഴ്സ് ബയാസ്. ഇവിടെയോ, ഇവിടെ പിയിലേക്ക് +5, എന്നിലേക്ക് +2. രണ്ട് ഭാഗത്തും പ്ലസ്സാ കാണുന്നത്. അപ്പം നമ്മൾ നോക്കേണ്ടത് എവിടെയാണ് മോർ പോസിറ്റീവ് എന്നാ. അപ്പോൾ മോർ പോസിറ്റീവ് +5 ആണ്, അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ഇത് നെഗറ്റീവാണ്. അപ്പോൾ പി ടൈപ്പിലേക്ക് മോർ പോസിറ്റീവ്, പി ടൈപ്പിലേക്ക് മോർ പോസിറ്റീവ് വന്നാൽ അത് വീണ്ടും ഫോർവേഡ് ബയാസ്. അപ്പോൾ ഇവിടെയോ, ഇവിടെ -5, ഇവിടെ -2, ഇവിടെ പി ടൈപ്പിലേക്ക് മോർ നെഗറ്റീവ്, പി ടൈപ്പിലേക്ക് മോർ നെഗറ്റീവ് വന്നതുകൊണ്ട് അത് റിവേഴ്സ് ബയാസ്. ഇവിടെ നമ്മൾ ഗ്രൗണ്ട് ചെയ്ത് കാണുന്നു. ഗ്രൗണ്ട് എന്ന് പറയുന്നത് 0 വോൾട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ +5ഉം ഇവിടെ 0യും. അപ്പോൾ മോർ പോസിറ്റീവ് പിയിലേക്ക്, അപ്പോൾ ഇത് ഫോർവേഡ് ബയാസ്. അപ്പോൾ ഇത്തരത്തിലുള്ള പിക്ചേഴ്സ് നോക്കി വെച്ചേക്കണം. ഇത് നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയോഡിൻ്റെ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയാസ് ആക്ഷൻസ് കണ്ടു. ഈ ഫോർവേഡ് റിവേഴ്സ് ബയാസ് ആക്ഷൻ കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡയോഡിൻ്റെ ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ നമുക്ക് പറയാം, അതാണ് റെക്ടിഫയർ. AC to DC കൺവേർഷൻ ആണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. റെക്ടിഫയർ 2 ടൈപ്പ് ഉണ്ട്, ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അതിൻ്റെ സർക്യൂട്ടും എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് എന്നുമാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഒരു ഡയഗ്രം ഇങ്ങനെയാണ്.
ഇവിടെയൊക്കെ നമ്മൾ സർക്യൂട്ട് വരച്ച് പഠിക്കണം. ചിത്രങ്ങൾ എന്തായാലും നിങ്ങൾ എക്സാം ലെവലിലും വരച്ചിരിക്കണമെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഡെറിവേഷൻസ് ഒന്നും ഇല്ലാത്തതാണ്, പിക്ചർ വിട്ടു പോകരുത്. അപ്പോൾ എ സി, ഇവിടെയാണ് എ സി, നമുക്ക് ഇതിനെ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലൂടെയാണ് നമ്മൾ ഡയോഡിലേക്ക് ഫിറ്റ് ചെയ്യുക. കാരണം ഹൈ വോൾട്ടേജ് താങ്ങാൻ പലപ്പോഴും ഡയോഡിന് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആ വോൾട്ടേജിനെ ഒന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് ഡയോഡിലേക്ക് കൊടുക്കുന്നു, ദെൻ ഔട്ട്പുട്ട് എടുക്കുന്നു. എന്താണിത്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? നമുക്കറിയാം എ സി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അല്ലേ. ഒരു സമയത്ത് ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും, അടുത്ത ഇൻസ്റ്റന്റിലോ ഈ പ്ലസും മൈനസും മാറാം. ഇവിടെ പോസിറ്റീവ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ സർക്യൂട്ടിന്റെ ടോട്ടൽ അപ്പർ പാർട്ട് പോസിറ്റീവും ലോവർ പാർട്ട് നെഗറ്റീവും ആണെങ്കിൽ എന്താ സംഭവിക്കുക? പോസിറ്റീവ് ഡയോഡിന്റെ പി ടൈപ്പിലേക്ക് അല്ലെ. അപ്പോൾ പോസിറ്റീവ് പി ടൈപ്പിലേക്ക് വന്നാൽ ഡയോഡ് ഫോർവേഡ് ബയാസ് ആയി. ഫോർവേഡ് ബയാസ് ആകുമ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യും. കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും, ഔട്ട്പുട്ട് കിട്ടും. അതായത് നമ്മുടെ എ സിയുടെ, എ സി ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള എ സി ആണ്, ആ എ സിയുടെ പോസിറ്റീവ് വരുന്ന സമയത്ത് ഇത് ഇൻപുട്ടാണ്, ദിസ് ഈസ് ഇൻപുട്ട്, ഇത് ഔട്ട്പുട്ട് ആണ്, ഔട്ട്പുട്ട്. അപ്പോൾ ഇൻപുട്ട് പോസിറ്റീവ് വരുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്ത ഇൻസ്റ്റന്റിലോ നെഗറ്റീവ് സൈക്കിൾ വരിക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? പോസിറ്റീവ് നെഗറ്റീവ് മാറി, ഇവിടെ നെഗറ്റീവായി ഇവിടെ പോസിറ്റീവായി. അപ്പോൾ എന്താ സംഭവിക്കുക? ഡയോഡിന്റെ പി ടൈപ്പിലേക്ക് നെഗറ്റീവ് വന്നു. നെഗറ്റീവ് വന്നാൽ ഡയോഡ് റിവേഴ്സ് ബയാസ് ആയി. റിവേഴ്സ് ബയാസിൽ ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നില്ല. ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഔട്ട്പുട്ട് ഉണ്ടാവില്ല, കറണ്ടിന്റെ ഫ്ലോ ഉണ്ടാവില്ല. അതായത് ഈ നെഗറ്റീവ് ഇൻപുട്ട് വരുമ്പോൾ അതിന്റെ നേരെ താഴെ ഔട്ട്പുട്ട് ഇല്ല. കണ്ടോ, ഔട്ട്പുട്ട് സീറോ, നോ ഔട്ട്പുട്ട്. ഇത് എല്ലാ സൈക്കിളിലും സംഭവിക്കും. കണ്ടോ, പോസിറ്റീവ് വരുമ്പോൾ ഔട്ട്പുട്ട് ഉണ്ടാകും, നെഗറ്റീവ് വരുമ്പോൾ ഔട്ട്പുട്ട് ഉണ്ടാവില്ല. അങ്ങനെ ഡി സി എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ ഡയറക്ഷനിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കറണ്ട് അല്ലേ. അങ്ങനെ ഒഴുകുന്ന സമയത്തൊക്കെ ഒരേ ഡയറക്ഷനിൽ, അല്ലാതെ കറണ്ട് ഇങ്ങോട്ടേക്കും പോവുക അങ്ങോട്ടേക്കും പോവുക എന്നൊരു സിറ്റുവേഷൻ ഔട്ട്പുട്ടിന് ഉണ്ടാവില്ല. അപ്പൊ ഔട്ട്പുട്ട് കറണ്ട് എപ്പോഴും ഒരേ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യും. ഓക്കെ, ഇതാണ് ഒരു ഹാഫ് വേവ് റെക്ടിഫയറിന്റെ പിക്ചർ. ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു മിസ്റ്റേക്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോവാം. നമുക്ക് അതിൽ നിന്നും ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ എഫിഷ്യൻസി വളരെ കുറവായിരിക്കും. അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്തെടുക്കുന്നത് ഫുൾ വേവ് റെക്ടിഫയർ. ചിത്രത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു എ സിയും ട്രാൻസ്ഫോമറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ ഭാഗത്ത് 2 ഡയോഡുകൾ ഫിറ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ ഒരു റെസിസ്റ്റർ വെച്ചിട്ട് ഇവിടെ നിന്നായിരിക്കും നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക. ഔട്ട്പുട്ട് എന്തായിരിക്കും സംഭവിക്കുക? നേരത്തെ പോലെ ഇവിടെ ഒരു സമയത്ത് പോസിറ്റീവ് നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചോളൂ. അതായത് പോസിറ്റീവ് സൈക്കിൾ വരുന്നു, പോസിറ്റീവ് ഇതിന്റെ പി ടൈപ്പിലേക്ക്. അപ്പോൾ ഈ ഡയോഡ് D1 എന്ന ഡയോഡ് ഫോർവേഡ് ബയാസ് ആകും. സെയിം ടൈം ഇവിടെ ഉണ്ടല്ലോ ഒരു ഡയോഡ്, ഈ ഡയോഡിന്റെ പിയിലേക്ക് നെഗറ്റീവാ വരുന്നത്. അപ്പോൾ ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല, അത് റിവേഴ്സ് ബയാസ് ആയിരിക്കും. അപ്പോൾ ഇത് ഫോർവേഡ് ബയാസ്, ഇത് റിവേഴ്സ് ബയാസ്. ഈ ഡയോഡ് ഇങ്ങനെ കണ്ടക്ട് ചെയ്യും, കറണ്ട് ഒഴുകിയിട്ട് ഇങ്ങോട്ട് കറണ്ട് പോവില്ല, കാരണം ഇത് റിവേഴ്സ് ബയാസ് ആണ്. ഈ കറണ്ട് ഇവിടെ ഇങ്ങനെ ഫ്ലോ ചെയ്യും. അതിനാണ് ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ലൂപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കണ്ടല്ലോ. അപ്പോൾ അവിടെ നമുക്ക് ഈ സൈക്കിൾ വരുമ്പോൾ ഇത് ഇൻപുട്ടാണ്, അപ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഈ ഇൻപുട്ടിന് ഔട്ട്പുട്ട് കിട്ടി. ഇനി ഇവിടെ നെഗറ്റീവ് വന്നു, ഈ എ സിയുടെ പോസിറ്റീവ് നെഗറ്റീവ് മാറി, ഇവിടെ നെഗറ്റീവായി ഇവിടെ പോസിറ്റീവായി. ഡയോഡുകൾക്ക് എന്താ സംഭവിക്കുക? ഈ ഡയോഡ് D1ന്റെ പിയിലേക്ക് നെഗറ്റീവ് വന്നു, അപ്പോൾ D1 റിവേഴ്സ് ബയാസ് ആയി. അതേസമയം D2ന്റെ പിയിലേക്ക് പോസിറ്റീവ് വന്നു, അപ്പോൾ D2 ഫോർവേഡ് ബയാസ് ആയി. അപ്പോൾ D2 കണ്ടക്ട് ചെയ്യും, കറണ്ട് ഇങ്ങോട്ടേക്ക് ഒഴുകും. ആ കറണ്ടിനും ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, ആ കറണ്ട് ഇതിലെ ഇങ്ങനെ ഒഴുകും. കണ്ടോ? അപ്പോൾ എപ്പോഴും നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, ആ റെസിസ്റ്ററിലൂടെ ഈ സൈഡിലേക്ക്, കണ്ടോ, നേരത്തെ വന്നതും ഇവിടുന്ന് ഇങ്ങോട്ടാ കറണ്ട്, ഇപ്പോൾ വന്നതും ഇവിടുന്ന് ഇങ്ങോട്ടാ കറണ്ട്. അതായത് നെഗറ്റീവ് സൈക്കിൾ വരുമ്പോഴും ഔട്ട്പുട്ട് കറണ്ടിന്റെ ഡയറക്ഷൻ മാറുന്നില്ല. അതുകൊണ്ട് വീണ്ടും ഔട്ട്പുട്ട് അങ്ങനെ തന്നെ. ഇങ്ങനെ ഏത് സൈക്കിൾ വന്നാലും, പോസിറ്റീവ് സൈക്കിൾ വന്നാലും നെഗറ്റീവ് സൈക്കിൾ വന്നാലും ഏതെങ്കിലും ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്യും. ചിലപ്പോൾ D1 കണ്ടക്ട് ചെയ്യും, അല്ലെങ്കിൽ D2 കണ്ടക്ട് ചെയ്യും. എപ്പോഴും നമുക്ക് ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും ഒരേ ഡയറക്ഷനിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഹാഫ് സൈക്കിളും നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഈ രണ്ട് ഔട്ട്പുട്ടിൻ്റെയും ഒരു പ്രശ്നം, ഇത് പ്യുവർ DC അല്ല. DC എന്ന് പറഞ്ഞാൽ സ്റ്റഡി കറണ്ട് ആയിരിക്കണം. ഡയറക്ഷൻ മാത്രം സെയിം ആയാൽ പോരാ, മാഗ്നിറ്റ്യൂഡും സെയിം ആവണം. അതിന്
അതിനുവേണ്ടി നമ്മൾ ഒരു ഫിൽട്ടർ സർക്യൂട്ടും കൂടെ യൂസ് ചെയ്യണം. കപ്പാസിറ്ററിൻ്റെ ചാർജിങ് ഡിസ്ചാർജിങ് പ്രോപ്പർട്ടി കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു സർക്യൂട്ടിലേക്ക് ഈ ഔട്ട്പുട്ടിനെ അല്ലെങ്കിൽ ഈ ഔട്ട്പുട്ടിനെ കണ്ടോ, ഇത് ഡി സി ആയിട്ടില്ല, പൂർണ്ണമായിട്ടും ഡി സി ആയിട്ടില്ല, ഈ ഡി സിയെ നമ്മൾ ഈ സർക്യൂട്ടിലേക്ക് കടത്തിവിട്ടാൽ നമുക്ക് കപ്പാസിറ്ററിൻ്റെ ചാർജിങ് ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും ഉണ്ടോ. അപ്പോൾ അത് ഓൾമോസ്റ്റ് കറക്റ്റ് ഡി സി ആയി മാറുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു ഡയോഡിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആ ചാപ്റ്ററിൻ്റെ ഒരു ഭാഗം അങ്ങനെ അവിടെ അവസാനിക്കുകയാണ്. ഡയോഡ് വരെയുള്ളൊരു സെക്ഷനാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിൻ്റെ അടുത്ത സെക്ഷനാണ് ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇത് തന്നെ അത്യാവശ്യം നല്ല ലെങ്തി വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും വായിച്ച് ശരിക്ക് എഴുതി കേട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. എന്നാലേ നമുക്ക് ഇതിൻ്റെ ട്രാൻസിസ്റ്ററിൻ്റെ ഭാഗത്തേക്ക് കടക്കാൻ കഴിയുള്ളൂ. എക്സാമിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ട്രാൻസിസ്റ്ററും കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ തൽക്കാലം ബൈ.